Hi everyone, this is Ebin Shea from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിലെ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ പറയാനുണ്ട്. എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിന് തൊട്ട് മുമ്പ് ഇതേപോലെ ആപ്പിളിൻ്റെ എക്സ്ക്ലൂസീവായ കാര്യങ്ങളും ഏറ്റവും റീസെൻ്റായ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1,000,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഹിറ്റ് ചെയ്യണം. അത് നിങ്ങളെ കൊണ്ട് എനിക്ക് നേടിത്തരാൻ പറ്റും. സോ ഇപ്പം തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി വാൾപേപ്പേഴ്സും അതോടൊപ്പം കുറേയധികം കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. സോ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5 ബെയ്റ്റ 3 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബെയ്റ്റയിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷെ അടുത്തത് ഒരു ബെയ്റ്റ 4 അല്ലെങ്കിൽ RC ആയിരിക്കും വരാൻ പോകുന്നത്. iOS 26.5 പുതിയ പ്രൈഡ് വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വാച്ചിനും ഐഫോണിനും പ്രൈഡ് ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ വാൾപേപ്പർ കളക്ഷൻ വരുന്നുണ്ട്. അത് ഒഫീഷ്യൽ അപ്ഡേറ്റിന് എല്ലാവർക്കും കിട്ടും. അതോടൊപ്പം തന്നെ iOS 26.4.2 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ബഗ് ഫിക്സിൻ്റെ അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് അപ്ഡേറ്റും അല്ലെങ്കിൽ ഒരു ബെയ്റ്റിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതോടൊപ്പം iOS 26 കുറേയധികം ബഗ്ഗുകൾ കൂട്ടർക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി ഉണ്ടായ ബഗ്ഗാണ് ഇപ്പം എനിക്ക് പേഴ്സണൽ ഒരു ബഗ്ഗാണ് അലാറം അടിക്കുമ്പോൾ സൗണ്ട് ഇല്ലാത്ത ബഗ്ഗ്. അതുപോലെ കുറേ പേർക്ക് ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ ബഗ്ഗ് പറയുന്നുണ്ട്. ഞാൻ ബാറ്ററിയുടെ വേണമെങ്കിൽ എന്താണ് എൻ്റെ ബാറ്ററിയുടെ ചാർജിങ് പാറ്റേൺ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം ഡെഡിക്കേറ്റഡ് ആയിട്ട്. അതോടൊപ്പം തന്നെ iOS 27 നമുക്ക് അടുത്ത മാസം അതായത് ജൂൺ 8 നമുക്ക് കാണാൻ പറ്റും. iOS 27 ആപ്പിൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസിലും സ്റ്റെബിലിറ്റിയിലും വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ iOS 27 AI കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹോം സ്ക്രീനിലൊക്കെ കുറേയധികം എഡിറ്റിങ്ങും അതോടൊപ്പം കസ്റ്റമൈസേഷനും വരുന്നുണ്ട്. എനിക്ക് മെയിൻ കൺസേൺ ആയിട്ടുള്ളത് നമ്മുടെ ഹോം സ്ക്രീനിൽ ചെറിയ വിജറ്റ്സും കൂടെ ബാറ്ററിയുടെയും അതോടൊപ്പം നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനും അതോടൊപ്പം ബാക്കി കൺട്രോൾസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വിജറ്റ്സും കൂടെ വന്നെന്ന് ഒരാഗ്രഹമുണ്ട്. സോ അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ iOS യൂസ് ചെയ്യാൻ പറ്റും. ഈ iOS യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാണ് സെപ്റ്റംബർ 1 നമ്മുടെ ടിം കുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്. CEO പദവിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് ടിം കുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോൺ ടേണേഴ്സ് ആണ് ഇനി അടുത്ത CEO വരാവുന്നത്. പുള്ളിക്കാരന് ഏകദേശം 40-45 വയസ്സുള്ളൂ. യങ് ആണ്, ഭയങ്കര വൈബ്രൻ്റ് ആണ്. റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. ഈ ഒരു ടിം കുക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു 7 days സീരീസ് പ്ലാൻ ചെയ്യുന്നല്ല റിലീസ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ ഈ പറയുന്ന സീരീസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് നമ്മൾ റിലീസ് ചെയ്യും. ഒരാഴ്ച 7 days 7 chapters 1 story എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ നമ്മൾ ഇറക്കാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ വീഡിയോ ഇറക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഈ ഒരു വീഡിയോ സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും 7 മണിക്കാണ് രാത്രി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസാണ്, ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റിനൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ടിം കുക്ക് എന്താണെന്നും ടിം കുക്കിൻ്റെ ആ ഒരു വേ ഓഫ് സ്ട്രാറ്റജി എന്താണെന്നും എല്ലാം ഞാൻ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒരു ആപ്പിൾ ഫാൻ ആണെങ്കിൽ എന്തായാലും ആ ഒരു സീരീസ് നിങ്ങൾ കണ്ടിരിക്കണം. നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സിനിമാറ്റിക്കും കുറച്ചധികം ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ നമുക്ക് ആ സീരീസ് ഉണ്ടാവും 7 മണിക്ക്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ടിം കുക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്. ജോൺ ടയറസ് വന്നിട്ടുണ്ട്. ജോൺ ടയറസ് വരുമ്പോൾ ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് iPhone 18 സീരീസ്, iPhone അൾട്ര അല്ലെങ്കിൽ ഫോൾഡ്, ഹോം പോഡ് വിത്ത് സ്ക്രീൻ, ഹോം പാഡ് വിത്ത് ഹോം പോഡ് സെക്കൻഡ് ജനറേഷൻ, ഹോം പോഡ് മിനി സെക്കൻഡ് ജനറേഷൻ, ഹോം പാഡ് മറ്റേ സ്ക്രീനുള്ളത്, പിന്നെ എയർപോഡ്സ് 4 Pro വിത്ത് ക്യാമറ, AR ക്യാമറ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇനി ഹാർഡ്വെയറിൽ കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റും. സോഫ്റ്റ്വെയറിനെക്കാട്ടും കൂടുതൽ ഹാർഡ്വെയറിലേക്ക് ഇനി നമുക്ക് കാണാൻ പറ്റും. ഈ ജോൺ ടേണേഴ്സ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ആപ്പിൾ TV ഒരു കോമ്പറ്റീഷൻ കൊണ്ടുതന്നെ അങ്ങനെ ഹാർഡ്വെയറിൽ കുറേയധികം പണി ചെയ്യണം. അതായത് സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു എറയില്ലേ, അത് തിരിച്ചു വരാനുള്ള ചാൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആപ്പിളിനെ വേറൊരു തലത്തേക്ക് എത്തിക്കാൻ ഇനി ജോണിനാണ് പറ്റുക. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഇനി അടുത്ത കൊല്ലം തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം സെപ്റ്റംബർ മുതൽ പുള്ളിക്കാരൻ്റെ എറ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി കൺസ്യൂമർ നമുക്കെപ്പോഴും ഒരു
എന്താ വേണ്ട, പ്രിവിലേജ് വേണം. പ്രിവിലേജിനെക്കാട്ടും നമുക്ക് യൂസ് കേസ് കൂടുതലായിരിക്കണം. ആ ഒരു രീതിയിലേക്ക് തന്നെ വരും എന്ന് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ ഈ ഐഫോൺ 18 സീരീസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഐഫോൺ 18 സീരീസിൽ 4 കളർ വരും എന്നാണ് പറയുന്നത്. 1 ലൈറ്റ് ബ്ലൂ, 2 സിൽവർ, 3 വൈറ്റ്, 4 ബ്ലാക്ക്. ബ്ലാക്ക് അഫ്കോഴ്സ് ഒരു എലഗൻറ്റ് കളറായതുകൊണ്ട് ബ്ലാക്ക് എപ്പോഴും ഒരു ഹിറ്റ് കളറായിട്ട് പോകും. എനിക്ക് 17 സീരീസിലും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബ്ലാക്കാണ് 17 സീരീസ്, പക്ഷേ അത് ആക്ച്വൽ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. 16 കുറച്ചുകൂടെ ബെറ്റർ ബ്ലാക്ക് ആയിരുന്നു. 17 ബ്ലാക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേയിഷ് ആയിട്ടുള്ള ടോണിലേക്ക് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രോ സീരീസ് 18 പ്രോ സീരീസിലേക്ക് വരുമ്പോൾ പ്യുവർ ബ്ലാക്ക്, ഒരു ജെറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു കളറിലേക്ക് വരികയാണെങ്കിൽ 18 സീരീസിലെ പ്രോ ബ്ലാക്ക് ഓക്കെ. പക്ഷേ അതിൽ ബ്ലൂ കണ്ടപ്പോൾ, ലൈറ്റ് ബ്ലൂ കണ്ടപ്പോൾ എനിക്ക് ഈ ഐഫോൺ 13 സീരീസിൽ സിയാറ ബ്ലൂ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് അതേ സെയിം കളറാണ് ഫീൽ ചെയ്ത്, അതിനെക്കാളും കുറച്ചും ലൈറ്റായിട്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കളറ്, ഒന്ന് ബ്ലൂവും വേറൊന്ന് ബ്ലാക്കുമാണ്. ഒരു ചെറിയ റെഡ് എന്നാണ് റെഡ് വന്നു. ഞാൻ ആക്ച്വലി കരുതിയത് അത് പ്രോപ്പർ റെഡായി, നമ്മുടെ ഐഫോൺ 11 ഒക്കെ റെഡില്ലേ അതേപോലൊരു റെഡായിരിക്കും, പ്രൊഡക്റ്റ് റെഡ് ഇല്ലേ ആ റെഡിൻ്റെ കളറായിരിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനത്തെ റെഡായിരുന്നെങ്കിൽ എന്തൊന്നാലും ഞാൻ പ്രൊഡക്റ്റ് റെഡ് എടുക്കാവുള്ളൂ. പക്ഷേ അത് ചെറിയ റെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ കറക്റ്റ് ചെറി, അതായത് നമ്മൾ ഈ കേക്കിൻ്റെ പക്കത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയില്ലേ അത് കുറച്ചുകൂടെ ഡാർക്കായി എങ്ങനെ ഉണ്ടാവും, ഒരു ബ്രൗണിഷ് ചെറിയ കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇൻ ഹാൻഡ് വരുമ്പോൾ റെഡ് കളർ കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ റെഡ് കളർ എടുക്കും, അത് വേറെ കാര്യം. സോ ഇതൊക്കെ ഇനി ജോൺ ടൈനസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മുതൽ കാണാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ആൻഡ് ഈ ഒരു കൊല്ലം നമുക്ക് മാക്ബുക്കിൻ്റെ ടച്ച് സ്ക്രീൻ വരുമെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ കുറേയധികം ഷോർട്ടേജും വോറിൻ്റെ കാര്യമൊക്കെ നടക്കുന്നുണ്ട്. മാനുഫാക്ചേഴ്സിന് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസും പ്രൊഡക്റ്റുകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റാം ഷോർട്ടേജ് ഉണ്ട്, സ്റ്റോറേജ് ഷോർട്ടേജ് ഉണ്ട്. അത് വന്നുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഈ കൊല്ലം റിലീസാവില്ല. ആ മാക്ബുക്കിൻ്റെ പുതിയ സീരീസ് ഈ കൊല്ലം ചിലപ്പോൾ കാണില്ല എന്ന റൂമറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കും അടുത്ത ഒരു M6 സീരീസിൻ്റെ ഒക്കെ പുതിയ മാക്ബുക്ക് നമുക്ക് കാണാനുള്ള ചാൻസ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ഇന്ത്യയിൽ വന്നം അടിപൊളി ആപ്പാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് ഇലിനോയ്സ് അമേരിക്കയിലുണ്ട്, അവനത് യൂസ് ചെയ്തപ്പോൾ പറഞ്ഞത് നമ്മുടെ ഫുട്ബോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ, ലാലിഗയും ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ ലൈവ് ആക്ടിവിറ്റിയിൽ സ്കോർ കാണാം. സോ ഗെയിം കാണാം. ഇപ്പം ഞാൻ ചില സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഗെയിം കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, പക്ഷെ എനിക്ക് ആ ലൈവ് ആക്ടിൽ സ്കോർ അടിച്ചോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിൽ ഇല്ല, പക്ഷെ വേറെ കുറേ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആസ് എ F1 ഫാൻ, F1ൻ്റെ ട്രാക്കുകളുടെ ടെമ്പറേച്ചർ, അതായത് വിൻ സ്പീഡ്, ട്രാക്കിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ട്രാക്കിൻ്റെ ടെമ്പറേച്ചർ, പല കാര്യങ്ങൾ അറിയാനുള്ള ഓപ്ഷൻ ഇപ്പോൾ F1 വരുന്നുണ്ട്. F1 കാര്യങ്ങൾ ആപ്പിൾ സ്പോർട്സിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഫിഫ 49 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും, ഫിഫ 48 ദിവസം കഴിയുമ്പോഴത്തേക്കും ഫിഫ സ്റ്റാർട്ട് ചെയ്യണം. മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ആഫ്രിക്ക എന്തോ ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഫിഫയുടെ കാര്യങ്ങളും ഈ പറഞ്ഞ ആപ്പിൾ സ്പോർട്സിൽ വരുന്നുണ്ട്. വിച്ച് മീൻസ് ഫിഫ ഗെയിം വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന ഗെയിം എപ്പോഴും കാണാൻ പറ്റുന്നില്ല. വർക്കിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ കാണാൻ പറ്റും? സോ ലൈവ് ആക്ടിവിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ആപ്പിൾ സ്പോർട്സ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന അനുസരിച്ച് എത്രയും വേഗം ഇന്ത്യയിലും ആപ്പിൾ സ്പോർട്സ് വന്നെന്നാണ് ഒരാഗ്രഹം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് EU ആണ്. ആപ്പിളിന് മാത്രമല്ല മൊത്തം ഈ പറയുന്ന സ്മാർട്ട് ഫോൺ ഡിവൈസുകൾക്ക് ഒരു പ്രശ്നം വരികയാണ് EU ആയിട്ട്. സത്യം പറഞ്ഞാൽ EU നല്ലതായിരുന്നു, ഐഫോണിൽ USB-C ഒക്കെ വരുത്തിയ നിയമം. പക്ഷെ ഇപ്പോൾ കൊണ്ടുവന്ന നിയമം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം 2027 2027 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും റിമൂവൽ ബാറ്ററി കൊണ്ടുവന്നാണ് പുതിയൊരു നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നോക്കിയ C200 ഇല്ലേ, നമ്മൾ പുറകിലെ ആ സാധനം പറിച്ച് മാറ്റി ബാറ്ററി മാറ്റിയിട്ട് നമ്മൾ ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യും, വേറെ ബാറ്ററി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫോൺ വിളിക്കും. അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നത് 7 കൊല്ലം വാറൻറ്റി കൊടുക്കണം ബാറ്ററിക്ക് എന്നൊക്കെ ഒരു നിയമം കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് കുറച്ചുള്ള ബോധമുള്ളവനാണ് ഈ ചിന്തിക്കും ഈ ഫോൺ വെള്ളത്തിൽ പോയപ്പോൾ എന്ത് ചെയ്യും. കാരണം ഫോൺ കൺസീൽഡ് അല്ല, ഫോൺ വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റില്ല, IPS റേറ്റിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളത്തിലേക്ക് വയ്ക്കുന്ന വെള്ളം എല്ലാ സ്ഥലത്തുനിന്നും കയറുക. കാരണം തുറക്കാൻ പറ്റിയ പാളിയാ പുറകില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഫുൾ കൺസീൽഡ് ആണ് ഫോൺ, എന്നിട്ട് തന്നെ വെള്ളം കയറുന്നുണ്ട്.
മനസ്സിലായി? അപ്പോൾ ബാക്കിൽ റിമൂവൽ ഓപ്ഷൻ കൊണ്ടുവരുന്നത് ആക്ച്വലി പൊട്ടത്തരമാണ്, മണ്ടത്തരം. കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് തിങ്ക് ചെയ്യുക. പിന്നെ ബാറ്ററി ആകുമ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഡീഗ്രേഡ് ആവും. അത് എല്ലാ ബാറ്ററീസും റിമൂവൽ ബാറ്ററി ആണെങ്കിലും ഡീഗ്രേഡ് ആവൂലേ? അത് നമുക്ക് തന്നെ മാറ്റിയിടാനുള്ള സാഹചര്യം കൊണ്ടുവരണ്ട. ആക്ച്വലി നമുക്കൊരു കാര്യത്തിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ റിമൂവൽ ബാറ്ററി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് ആണ് വരുന്നത്. നമുക്ക് മഴയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഫോൺ വിളിക്കണം, ഫോൺ എടുത്ത് തന്നെ ഈ വാട്ടർ പ്രൂഫിങ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം അകത്ത് കയറും. ഫോൺ അടിച്ചു പോയാൽ എന്ത് ചെയ്യും? ബാറ്ററി മാറ്റണേക്കാട്ട് ഇരട്ടി കാശാവും ഫോൺ വാങ്ങിക്കാൻ. അപ്പോൾ ബോധമില്ലാത്തല്ലേ? അതേപോലെ കയ്യിൽ നമ്മളിപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ വെച്ചേക്കാണ്. ഡൈനിങ് ടേബിൾ വെച്ചേക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തേക്ക് ആളുടെ ഗ്ലാസ് തട്ടി വെള്ളം പോയി, അപ്പോഴും വെള്ളം കയറും. കാരണം ഇതിന് ഒരു IPS റേറ്റിങ്ങോ വാട്ടർ പ്രൂഫിങ്ങോ ഇല്ല, വാട്ടർ റെസിസ്റ്റൻസും ഇല്ല. സോ നമ്മൾ ബാറ്ററി മാറ്റാൻ പറ്റും, അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അഡ്വാൻറ്റേജിൽ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ അതിനെക്കാട്ടും കൂടുതൽ വലിയ ഡിസഡ്വാൻറ്റേജ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ യൂലായാലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നതല്ല, അത്ര എളുപ്പമല്ല ഈ പറഞ്ഞ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്നുള്ള കാര്യം. ആ ഒരു കോൺസെപ്റ്റ് പണ്ടായിരുന്നു. കാരണം അന്നത്തെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിൽ ഉപയോഗിക്കുന്ന ഫോണാണ്. താഴത്തിട്ട് പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഫോൺ വിളിച്ച് പോണ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഫോണല്ല ഇന്നത്തെ ഫോൺ. ഇന്നൊക്കെ മൊത്തം ഫ്രെജൈലാണ് ഫോൺ. കാരണം മൊത്തം ഡിസ്പ്ലേ ആണ്. താഴത്ത് വീണ് കഴിഞ്ഞാൽ കിഡ്നി വിറ്റിട്ട് വേണം ഇപ്പം ഫോൺ നന്നാക്കാനുള്ള അവസ്ഥ. അങ്ങനത്തെ കാശാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി വാട്ടർ കയറുമ്പോൾ അതിനും കൂടെ നന്നാക്കാൻ പോവാം. സോ അത് മണ്ടത്തരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഫീച്ചറൊന്നും പറയണ്ട. ഇപ്പം എങ്ങനെയാണ് ഫോൺ പോകുന്നത് അങ്ങനെ തന്നെ പോവാം. 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഒരു സാധനം, ഒരു മിഷനല്ലേ ഇത്, അതിൻ്റെതായ കുറവുകൾ വരും. ബാറ്ററി അങ്ങനെ ട്രെയിനാവും. അപ്പോൾ മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ മാറ്റുക. ഇപ്പോൾ എൻ്റെ iPhone 11 സെക്കൻഡറി ഫോണാണ്, അതിന് 73 എൻ്റെ ബാറ്ററി ഹെൽത്ത്. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത് സെക്കൻഡറി ഫോണായിട്ട്. അപ്പോൾ അത് മാറ്റാൻ സാഹചര്യം വരുമ്പോൾ നമ്മളത് മാറ്റുക. ഓടിപ്പടിച്ച് അയ്യോ 90, അയ്യോ 89, 95 അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്കത് നോക്കാനേ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നോർമലി യൂസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റി അത് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഖുദാഫീസ്, ഹാപ്പിയായി. അല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്തു അപ്പോൾ തന്നെ ബാറ്ററി നോക്കി, ഗെയിം കളിച്ചു അപ്പോൾ തന്നെ ബാറ്ററി ഹെൽത്ത് നോക്കി, അങ്ങനൊന്നും ചെയ്യില്ലേ മക്കളെ. നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുക, നിങ്ങളുടെ ആക്ടിവിറ്റി അതിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. വാട്സപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാമുകിനെ വിളിക്കാൻ പറ്റുന്നുണ്ട്, അപ്പനെ വിളിക്കാൻ പറ്റുന്നുണ്ട്, അമ്മനെ വിളിക്കാൻ പറ്റുന്നുണ്ട്, പെങ്ങളെ വിളിക്കുന്നുണ്ട്, കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്, ഹാപ്പി. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. രാത്രി ആകുമ്പോൾ ചാർജ് കുത്തിയിടുക, ചാർജ് പറയുമ്പോൾ കുത്തിയിടുക. അയ്യോ എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി, അയ്യോ എൻ്റെ ഫോണിൽ ബാറ്ററി ഹെൽത്ത് ഇത്രയുള്ളൂ, അയ്യോ 98, അയ്യോ 95. സംഭവം എനിക്കും ആ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞാൽ അത് വേണ്ട. ഫോൺ ഉപയോഗിക്കുന്ന പോലെ അങ്ങ് ഉപയോഗിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഫോണിലെ ബാറ്ററി ചാർജ് വല്ലാണ്ട് കുറഞ്ഞ് കഴിയുമ്പോൾ നോക്കുക, അപ്പോൾ ഇതായിരിക്കും. അല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്, വല്ലാണ്ട് ചാർജ് പിന്നെ ഡ്രൈവിംഗ് ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ബഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പ് ഒപ്റ്റിമൈസ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കും. അപ്ഡേറ്റ് ചെയ്യുക, അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതും ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ടും ബഗ്ഗാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കാണിക്കുക. അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ ഈ ആപ്പിൾ ന്യൂസിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി, അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 7 days 7 chapters 1 story എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ സീരീസ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും കണ്ട് ഹെൽപ്പ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അതിലും കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി വാൾ പേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും കിട്ടും. ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for watching this video. This is Ebin Xavier signing from Evika.